നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടുകയാണ്. ദുബായിൽ വെച്ച് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:30 മത്സരം ആരംഭിക്കുക. തീർച്ചയായിട്ടും ഇന്ത്യ ആദ്യ മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ്. ആദ്യ മത്സരത്തിൽ കുറേ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പിച്ചിൻ്റെ സ്വഭാവം എന്താണ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. അവിടെയാണ് നമ്മുടെ ആദ്യ കളി കളിച്ചത്. പാകിസ്ഥാൻ ആദ്യ കളി പാകിസ്ഥാനിൽ കളിച്ചിട്ടാണ് ഇനി ദുബായിൽ കളിക്കേണ്ടി വരുന്നത്. സോ സാഹചര്യങ്ങൾ അവർക്ക് വ്യത്യസ്തമാണ് എന്നർത്ഥം. പാകിസ്ഥാൻ ആദ്യ കളി തോറ്റിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ നമ്മുടെ ടീം വിചാരിച്ച ഇവിടെ തീർക്കാം. അതിന് നമ്മുടെ ചുണക്കുട്ടികൾക്ക് കഴിയട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഓൾറെഡി ഒരു കളി തോറ്റ ടീമാണ്. രണ്ടാമത്തെ കളി കൂടി തോറ്റാൽ അവരുടെ സെമി ഫൈനൽ സാധ്യത വളരെയധികം അങ്ങ് മങ്ങിപ്പോകും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയിലേക്ക് വരുമ്പോൾ ഫക്കർ സമൻ ഇല്ല. ഫക്കർ സമൻ പരിക്കേറ്റ് പുറത്താണ്. ആദ്യ കളിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. പിന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പണിംഗ് പൊസിഷനിൽ അല്ലാതെ ഇറങ്ങിയതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോ അദ്ദേഹമില്ല. അദ്ദേഹത്തിന് പകരം ഇമാമുൽ ഹക്കിനെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. ഫക്കർ സമൻ സാധാരണ അദ്ദേഹം ഓപ്പണറാണ്, നമുക്കറിയാം. സോ ഫക്കർ സമൻ ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഉസ്മാൻ ഖാനെ കളിപ്പിക്കുമോ? റിസർവിൽ ഒരു ബാറ്റർ ഉണ്ട് ഉസ്മാൻ ഖാൻ. പക്ഷേ അദ്ദേഹം ലിസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നമ്പർ 4 ബാറ്റ് ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹം ആയിരിക്കില്ല. ഇമാമുൽ ഹക്ക് തന്നെ റീപ്ലേസ്മെൻ്റ് ആയി വന്ന ഇമാമുൽ ഹക്ക് തന്നെ പ്ലേയിങ് ലെവലിൽ കളിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു പോസിബിൾ 11 ഇമാമുൽ ഹക്കും ബാബർ അസമും ഓപ്പൺ ചെയ്യും. പിന്നാലെ സൗദ് ഷക്കീൽ, പിന്നെ മുഹമ്മദ് റിസ്വാൻ, സൽമാൻ അലി ആഖ, ത്വയ്യിബ് താഹിർ, കുഷ്ദിൽ ഷാ, ഷഹീൻ ഷാ ഫ്രീദി, നസീം ഷാ, ഹാരിസ് റൌഫ്, അബ്രാർ അഹമ്മദ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു 11 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കളിയിൽ കളിച്ച ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയായിരിക്കും അവരുടെ ടാക്ടിക്സും സ്ട്രാറ്റജിയും ഒക്കെ എന്ന് പറയേണ്ടി വരും. പ്രധാനമായിട്ടും ഒറ്റ സ്പിന്നർ അബ്രാർ അഹമ്മദിനെ വെച്ചുകൊണ്ട് അവർ കളിക്കുന്നു. ഷഹീൻ ഷാ ഫ്രീദിയും നസീം ഷായും ഹാരിസ് റൌഫും എന്തു ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അവരുടെ ബൗളിങ്ങിൻ്റെ ഒരു മികവ്. ഇപ്പം സമീപകാലത്ത് പ്രറ്റി ഓർഡിനറി ആയിട്ടുള്ളൊരു ബൗളിംഗ് പെർഫോമൻസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. പിന്നെ എങ്ങനെ മുഹമ്മദ് റിസ്വാൻ പെർഫോം ചെയ്യും എന്നതനുസരിച്ചാണ് അവരുടെ മിഡിൽ ഓർഡറിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ടോപ്പ് ഓർഡർ ക്ലിക്ക് ആയില്ലെങ്കിൽ പാകിസ്ഥാൻ ബുദ്ധിമുട്ടുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് ഒരു മാറ്റവും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആദ്യ കളി നമ്മുടെ ചുണക്കുട്ടികൾ വിജയിച്ചല്ലോ. സോ അതേ 11 കൊണ്ട് ഇറങ്ങാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. സോ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി നമ്പർ 3, ശ്രേയസ് അയ്യർ നമ്പർ 4, KL രാഹുൽ നമ്പർ 5, ഹാർദിക് പാണ്ഡ്യ നമ്പർ 6, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, ഹർഷിദ് റാണ, മുഹമ്മദ് ഷാമി, കുൽദീപ് യാദവ്. ഇതാണ് നമ്മുടെ 11. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അക്സർ വേണമെങ്കിൽ നമ്പർ 5 ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തെളിയിച്ചതാണ്. കഴിഞ്ഞ കളിയിലൊക്കെ പോലെ അദ്ദേഹം നേരത്തെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും തന്ത്രം എന്ന് ചോദിച്ചാൽ ടോസ് ലഭിച്ചിട്ട് കഴിഞ്ഞ കളിയിൽ ഫീൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഇനി അത് ഒരു ടീമും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ദുബായിലെ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് കളി പുരോഗമിക്കുന്ന തോറും അത് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കളിയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ടോസ് ലഭിച്ചാൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും പ്ലാൻ. അതോടൊപ്പം തന്നെ വലിയൊരു ഡ്യൂ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടോസ് തന്നെയായിരിക്കും ഇവിടെ. ടോസ് ലഭിക്കുന്ന ടീം ബാറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.